ഹരേ കൃഷ്ണ. ഇന്ന് ഉളനാട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ്. ഒരു മോക്ഷഭൂമിയാണ് ഉളനാട്. പത്തനംതിട്ട ജില്ലയിൽ പന്തളത്തിനടുത്ത് കുളനട എന്ന പഞ്ചായത്തില് ഉളനാട് എന്നൊരു കൊച്ചു ഗ്രാമമുണ്ട്. അവിടുത്തെ അതിവിശിഷ്ടമായ സ്ഥാനത്ത് നിലകൊള്ളുന്നതും ഭഗവത് ചൈതന്യം വേണ്ടുവോളം നിറഞ്ഞു നിൽക്കുന്നതുമായ ഒരു ക്ഷേത്രമാണ് ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഉളനാട് മോക്ഷഭൂമിയായി മാറിയതും ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പന്റെ ബാലപ്രതിഷ്ഠ നടന്നതുമായ കഥ കേൾക്കാം. പണ്ട് ഉളനാട് ഗ്രാമവും പോളച്ചിറ ജലാശയവും ഇരുളടഞ്ഞ ഒരു പ്രദേശമായിരുന്നു. അവിടെ കായൽമാടൻ എന്ന ഒരു ഭീകര സത്വം വസിച്ചിരുന്നു. കായൽമാടനെ പേടിച്ച് പകൽ പോലും പോളച്ചിറയുടെ കരയിൽ കൂടി യാത്ര ചെയ്യാൻ ജനങ്ങൾക്ക് ഭയമായിരുന്നു. രാത്രികാലങ്ങളിൽ പുഴയുടെ മുകളിലൂടെ ഒരു പ്രത്യേകമായ രൂപം പന്തം കൊളുത്തി ഒഴുകിപ്പോകുന്നത് കാണാൻ കഴിയുമായിരുന്നു. ആ രൂപം കണ്ട് പലരും ഭയന്നു. അങ്ങനെ ഈ നാട് ആകെ വിഷമത്തിലായിരുന്ന സമയത്ത് ഇവിടെ ജീവിച്ചിരുന്ന സ്വാത്വികനായ ഒരു കൃഷ്ണഭക്തന് അരുളിപ്പാടുണ്ടായി. ശ്രീ ഗുരുവായൂരപ്പന്റെ ബാലരൂപത്തിലുള്ള പ്രതിഷ്ഠ നടത്തണമെന്ന്. അങ്ങനെ ഒരു മീനമാസത്തിലെ രോഹിണി നക്ഷത്രത്തിൽ പോളച്ചിറ ജലാശയത്തിന് സമീപമായി ബാലഗോപാല പ്രതിഷ്ഠ നടത്തി. ശ്രീകൃഷ്ണ സാന്നിധ്യം ഉണ്ടായതോടെ കായൽമാടന്റെ സാന്നിധ്യം പിന്നീട് ഒരിക്കലും ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു പ്രധാന കാര്യം, കായൽമാടനെ ശിക്ഷിക്കുകയല്ല ഭഗവാൻ ചെയ്തത്, കാവലാളാവട്ടെ എന്ന് പറഞ്ഞു. ഉളനാട് ക്ഷേത്രത്തിന്റെ എല്ലാവിധ സ്വത്തിന്റെയും കാവലാളാവട്ടെ എന്ന് പറഞ്ഞു. ക്ഷേത്രത്തിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു പേരാൽ നട്ട് കായൽമാടന് ഒരു സ്ഥാനം നൽകി. ഇതാണ് ശ്രീകൃഷ്ണ ഭാവം. ശത്രുക്കളോട് പൂർണ്ണമായും ക്ഷമിക്കുകയും അവർക്ക് മോക്ഷം നൽകുകയും ചെയ്യും. 13 വയസ്സിൽ താഴെയുള്ള ബാലരൂപത്തിലുള്ള കണ്ണൻ ഓടക്കുഴൽ വായിച്ചു നിൽക്കുന്നതായാണ് സങ്കല്പം. ഭക്തിയോടെ എത്തുന്നവരെ വെറും കൈയോടെ മടക്കി അയക്കാറില്ല ഉളനാട്ടിന്റെ കണ്ണൻ. കേരളത്തിൽ ഉറി വഴിപാടായി നൽകുന്ന ഏക ക്ഷേത്രമാണ്. ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് ഉറി നിറച്ച് ഭഗവാന് സമർപ്പിക്കണം. വെണ്ണ, അവൽ, കദളിപ്പഴം, ലഡ്ഡു, ഉണ്ണിയപ്പം, ജിലേബി, അങ്ങനെ ആ ഉണ്ണിക്കണ്ണൻ ഇഷ്ടപ്പെട്ടത് ഉറിയിൽ നിറച്ച് ശ്രീകോവിലിന് വലം വെച്ച് ആ തിരുനടയിൽ സമർപ്പിക്കണം. ഉളനാട് ക്ഷേത്രത്തിന്റെ മാത്രം പ്രത്യേകതയാണ് ഉറി വഴിപാടും അതിന്റെ മനോഹരമായ ആചാരവും. പിന്നെ മറ്റൊരു പ്രത്യേകത, എല്ലാ രോഹിണി നാളിലും നടത്തിവരുന്ന വഴിപാടാണ് മഹാസുദർശന ലക്ഷ്യപ്രാപ്തി പൂജ. രാവിലെ 9:30 മുതൽ 10:30 വരെ. മുൻകൂട്ടി ബുക്ക് ചെയ്ത ആർക്കും പങ്കുചേരാം. വിവാഹ തടസ്സം, ജോലി തടസ്സം ഇവയൊക്കെ മാറിയവർ നിരവധിയാണ്. സന്താനലബ്ധിക്കായി ഉണ്ണിയൂട്ടും. ഭഗവാൻ കലിയുഗത്തിൽ പല രൂപത്തിൽ പല ഭാവങ്ങളിലും അവതരിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.